അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. മുൻഗാമികളുടെ ജീവിതം കേൾക്കലും അത് പറയലും മനസ്സിലാക്കലും ഒരു വിശ്വാസിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ ബാധ്യതയാണ്. ആ ജീവിതം നമുക്ക് ഒരുപാട് ഗുണപാഠങ്ങളുണ്ട്. അതുകൊണ്ടാണ് മുൻഗാമികളുടെ ജീവിതം കേൾക്കൽ നമ്മുടെ പാപങ്ങൾ പൊറുപ്പിക്കുമെന്ന് നിബിധങ്ങൾ പറഞ്ഞത്. അതുപോലെ അൽഹംദുലില്ലാ മണിയറയിലേക്ക് പോകുന്നതിന് പകരം മണ്ണറയിലേക്ക് പോയ പുതിയാപ്പിളയായി നിക്കാഹിന്റെ സദസ്സിലേക്ക് പോകേണ്ടയാൾ രക്തത്തിൽ കുളിച്ചു കിടന്ന നിബിധങ്ങൾ കരഞ്ഞുപോയൊരു സ്വഹാബിയുടെ ചരിത്രം നമുക്ക് കേൾക്കാം, കഥ പറയാം. അള്ളാഹുവിന്റെ പ്രവാചകൻ നബിയുന മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ എല്ലാ ദിവസവും സുബഹി നമസ്കാരം കഴിഞ്ഞ് മസ്ജിദുൻ നബവിയിൽ ഒരുമിച്ച് കൂടുന്ന സ്വഹാബത്തിന് എന്തെങ്കിലുമൊക്കെ ഹദീസുകളോ ആയത്തുകളോ അതിന്റെ വിശദീകരണങ്ങളോ ഇൽമ പറഞ്ഞു കൊടുക്കാറുണ്ട്. അപ്പൊ ഇൽമ കേൾക്കുന്ന സ്വഹാബത്തിന് വലിയ ആഗ്രഹമാണ്. അങ്ങനെ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ദീനിന്റെ നിയമങ്ങളൊക്കെ പറഞ്ഞു കൊടുക്കുന്നതിന്റെ കൂട്ടത്തിൽ നിബിധങ്ങൾ പറഞ്ഞു, നിക്കാഹ് എൻ്റെ സുന്നത്തിൽപ്പെട്ടതാണ്. ആരാണോ നിക്കാഹ് കർമ്മം ചെയ്യുന്നത് അവൻ ദീനിന്റെ 1/3 പൂർത്തിയാക്കിയവനായി എന്ന് മുത്തുനിബിധങ്ങൾ പറയാം. അപ്പൊ ഇതിങ്ങനെ പറഞ്ഞു കൊടുത്തപ്പോൾ സ്വഹാബത്തിനിടയിൽ ഇവിടെ നിന്നൊരു കരച്ചിൽ കേട്ടു. ആരോ ഇരുന്ന് കരയാണ്. അപ്പൊ നിബിധങ്ങൾക്ക് ആ കരച്ചിൽ ഇങ്ങനെ ചെവിയിൽ കേൾക്കാം. അപ്പൊ നിബിധങ്ങൾ ചോദിച്ചു, സ്വഹാബ നിങ്ങളിൽ ആരാ കരയണേ? ആരാ കരയുമ്പോൾ എല്ലാവരും തിരിഞ്ഞു നോക്കാണ്. കരച്ചിൽ പുറകിൽ നോക്കുമ്പോൾ ഏറ്റവും പുറകിൽ കറുകറുത്തവനായ വസൂരിക്കലയുള്ള കണ്ടാൽ വല്ലാതെ രൂപമുള്ള മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കരയാണ്. അപ്പൊ അള്ളാഹിന്റെ റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളോട് സ്വഹാബത്ത് പറഞ്ഞു, നബിയെ കരയണത് സഅദാണ്. സഅദ് റളിയല്ലാഹു അൻഹു കരഞ്ഞപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു, വരാൻ പറഞ്ഞു, അടുത്തേക്ക് വരാൻ പറഞ്ഞു. നിബിധങ്ങൾ മുന്നിലേക്ക് വന്നിരുത്തി. ചോദിച്ചു, എന്തിനാ കരയണേ? നിബിധങ്ങൾക്ക് വലിയ സങ്കടമായി. സ്വഹാബികൾ കരഞ്ഞ നിബിധങ്ങൾക്ക് വലിയ വിഷമാണ്. അതാണ് ഒരു നേതാവ്. നിബിധങ്ങൾ ചോദിച്ചു, മോനെ എന്തിനാ നീ കരയണേ? അപ്പൊ അള്ളാഹിന്റെ റസൂലിനോട് സഅദ് വീണ്ടും പൊട്ടി കരയാണ്. അള്ളാഹിന്റെ റസൂലെ, നിങ്ങൾ നിക്കാഹിനെ കുറിച്ച് പറഞ്ഞു സല്ലല്ലാഹു അലൈഹി വസല്ലം, അതിന്റെ മഹത്വം പറഞ്ഞു. ദീനിന്റെ 1/3 പൂർത്തിയാക്കിയ നിക്കാഹ് ഇതാ. നബിയെ, എന്റെ രൂപം നിങ്ങൾക്കറിയാം, എന്റെ കോലം നിങ്ങൾക്കറിയാം. ഞാൻ വസൂലിക്കരയുള്ളയാളാണ്, ഞാൻ മുഖത്തൊക്കെ പാടുള്ളയാളാണ്, കറുകറുത്തവനാണ്, നീഗ്രോയാണ്. അങ്ങനെ കണ്ടാൽ വലിയ സൗന്ദര്യമൊന്നുമില്ല, ആളുകളൊക്കെ എന്നെ കണ്ട മാറി നടക്കലാണ് പതിവ്. അള്ളാഹിന്റെ റസൂലെ, ഞാനും മനുഷ്യനാണ് നബിയെ, എനിക്കും വൈവാഹിക ജീവിതത്തിന്റെ എല്ലാ സങ്കല്പങ്ങളും ഉണ്ട്. ഈ ദീനിന്റെ 1/3 പൂർത്തിയാക്കാൻ എനിക്കും ആഗ്രഹമുണ്ട്. ഈ മദീനയിൽ ഞാൻ ഒരുപാട് ആളുകളോട് വിവാഹം നടത്താൻ വേണ്ടി ചോദിച്ചിട്ടുണ്ട്, ആരും എന്നെ സ്വീകരിച്ചിട്ടില്ല. നബിയെ, എനിക്ക് ആ 1/3 പൂർത്തിയാക്കാൻ പറ്റൂല എന്ന ചിന്തയാണ് എന്നെ കരയിപ്പിച്ചത്. അള്ളാഹിന്റെ റസൂല് സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മുബാറക്കായ കൈകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു തോളിൽ ഇങ്ങനെ തട്ടിയിട്ട് പറഞ്ഞു, വിഷമിക്കണ്ട, പരിഹാരം ഉണ്ടാക്കാം, വിഷമിക്കണ്ട. ഒരു കുടുംബ ജീവിതം ദീനിന്റെ 1/3 പൂർത്തിയാക്കുമെങ്കിൽ ഇൻഷാ അല്ലാഹ് സഅദേ നമുക്കൊരു പെൺകുട്ടിയെ കണ്ടെത്താം. അപ്പൊ സ്വഹാബത്തിന് വലിയ സന്തോഷമായി. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹു അപ്പോഴും ചിലപ്പോൾ ആശ്വാസത്തിന് വേണ്ടി നിബിധങ്ങൾ പറയുന്നതാണെന്ന് കരുതി സഅദ് റളിയല്ലാഹു അൻഹു ഇങ്ങനെ ഇരിക്കാൻ സമയത്ത് അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നമുക്കൊരു പെൺകുട്ടി ആലോചിക്കാം. അപ്പൊ അള്ളാഹിന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സഅദിനൊരു പറ്റിയ പെണ്ണുണ്ട്, സഅദിന് പറ്റിയൊരു പെണ്ണുണ്ട്. അപ്പൊ സ്വഹാബത്തെ ചിലർ ചിന്തിക്കാണ്, അപ്പൊ സഅദ് റളിയല്ലാഹുവിന്റെ കോലം അറിയാലോ, അപ്പൊ അതുപോലെ എന്തെങ്കിലും കുറവുള്ള ന്യൂനതയുള്ള പെണ്ണായിരിക്കും. ഉടൻ നബികൾ പറഞ്ഞു, നമ്മുടെ അൻസാരികളിൽപ്പെട്ട മഹാനായ അംർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിന് ഒരു മകളുണ്ടല്ലോ, അദ്ദേഹത്തിന്റെ മകളെ നമുക്ക് ആലോചിക്കാം. സ്വഹാബത്ത് അത്ഭുതപ്പെട്ടു പോയി. അംർ ബിൻ വഹബ് എന്ന് പറഞ്ഞാൽ മദീനയിലെ കോടീശ്വരൻ, മദീനയുടെ കോടീശ്വരൻ, മദീനയിലെ ഏറ്റവും നല്ല അറിയപ്പെട്ട കുടുംബ മഹിമയുള്ളയാൾ, മദീനയിലെ ഏറ്റവും നല്ല സുന്ദരിയാണ് പൊന്നുമോൾ സുമയ്യ റളിയല്ലാഹു അൻഹ. അങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു അന്തം വിട്ടിങ്ങനെ നോക്കണം നിബിധങ്ങളുടെ മുഖത്തേക്ക്. നിബിധങ്ങൾ എന്തായി പറയുന്നത്? നബിയെ, എന്റെ അവസ്ഥ നിങ്ങൾക്കറിയില്ലേ, എന്റെ കോലം നിങ്ങൾക്കറിയില്ലേ നബിയെ, എന്റെ ഭാവം നിങ്ങൾക്കറിയില്ലേ എന്നിങ്ങനെ എന്ന ചിന്തയോടെ നിബിധങ്ങളുടെ മുഖത്തിങ്ങനെ നോക്കിയിരുന്നപ്പോൾ നിബിധങ്ങൾ പറഞ്ഞു, സഅദേ, നീ അംർ ബിൻ വഹബ് എന്നവരുടെ അടുക്കൽ പോകണം. ഇവിടെ ഞാനാ പറഞ്ഞിട്ട് വരുന്നതെന്ന് പറയണം, എനിക്ക് വിവാഹം നടത്തി തരാൻ മുത്തുനിബിധങ്ങൾ പറഞ്ഞു എന്ന് പറയണം. അപ്പൊ നിബിധങ്ങൾ സഅദ് റളിയല്ലാഹു അൻഹുവിനോട് ചോദിച്ചു, നബിയെ, ഞാൻ തന്നെ പോകണോ നബിയെ, വേറെ ആരെങ്കിലും വിട്ടാ പോരെ? ഇല്ല, നീ തന്നെ പോകണം, നീ പോയി പറഞ്ഞാൽ മതി, ഞാൻ പറഞ്ഞു വിട്ടതാണ്. അങ്ങനെ വളരെ എന്താകുമെന്നറിയാതെ ആ ഒരു ജിജ്ഞാസയോടെ മഹാനായ സഅദ് റളിയല്ലാഹു നടന്നു നീങ്ങിയപ്പോൾ സ്വഹാബത്ത് ഇങ്ങനെ അത്ഭുതപ്പെട്ട് നോക്കിയിരിക്കുകയാണ്, എന്താണ് സംഭവിക്കാൻ. അങ്ങനെ മഹാനായ അംർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹുവിന്റെ വീട്ടിലേക്ക് മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു കടന്നു വരുന്ന സമയം ളുഹായുടെ സമയമാണ്. മഹാനായ അംർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു ളുഹാ നമസ്കരിക്കാൻ വേണ്ടി ഒളു എടുത്ത് നിസ്കാരത്തിന് വേണ്ടി ഇങ്ങനെ പ്രവേശിക്കാൻ വേണ്ടി തുടങ്ങുമ്പോഴാണ് ഈ സഅദ് റളിയല്ലാഹു അൻഹു വരുന്നത്.
ആ സഅദാണോ, ഇരിക്ക്, സലാമൊക്കെ പറഞ്ഞ് കയറിയിരിക്കാൻ നിസ്കരിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് പോയി 2 റക്അത്ത് നമസ്കരിച്ചിട്ട് വന്നു എന്നാണ്. അങ്ങനെ വിശേഷങ്ങളൊക്കെ ചോദിച്ചിട്ട് പറഞ്ഞു എന്തേ വന്നത്? ഓ പറഞ്ഞു ഞാൻ നബി തങ്ങൾ പറഞ്ഞിട്ടാ വരണേ. എന്ത് പറ്റി? നിങ്ങളുടെ മകൾക്കൊരു മകളില്ലേ? ആ മകളുണ്ട്, സുമയ്യ എന്നാണല്ലേ പേര്? അതെ, റളിയല്ലാഹു അൻഹ. അല്ലെ, ആ മകൾക്കൊരു ആലോചനയുമായിട്ടാണ് വന്നത്. അപ്പൊ നബി തങ്ങൾ പറഞ്ഞു വിട്ടതാ? അപ്പം സഅദ് റളിയല്ലാഹു പറഞ്ഞു അതെ. അപ്പോഴ് മഹാനായ അംർ ബിൻ വഹബ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ലെ ആരാ പുതിയാപ്പിള? ആരാ പുതിയാപ്പിള? നബി തങ്ങൾ പറഞ്ഞു സെലക്ഷൻ നല്ലതായിരിക്കുമല്ലോ, ആരാണ്? അപ്പോഴേ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പരിങ്ങി. അല്ല, ചോദിച്ചെന്താ പറഞ്ഞു? നബി തങ്ങൾ ആരെയാ പറഞ്ഞേ? പറഞ്ഞു അല്ല, ആരും അല്ല, എനിക്കാണ്. ഈ സഅദിന് തന്നെയാണ് നിങ്ങളുടെ മകളെ. ഇരുന്ന അംർ ബിൻ വഹബ് എന്നവർ ചാടി എഴുന്നേറ്റു എന്നാണ്. ചോദിച്ചു, എഴുന്നേറ്റ് സഅദേ, എണീറ്റേ, നീ നബി തങ്ങളുടെ പേര് കള്ളം പറയാനും തുടങ്ങിയോ? നീ സ്വഹാബിയല്ലേ, നീ നബി തങ്ങളുടെ പേര് കളവ് പറയാൻ തുടങ്ങിയോ? ഇത് ഞാൻ നബി തങ്ങളുടെ അടുക്കലേക്ക് എത്തിക്കും. നിനക്ക് നിന്റെ കോലം അറിയില്ലേ സഹോദരൻ? ചോദിക്കാൻ തന്നെ നിനക്ക് നാണില്ലേ? എൻ്റെ അരുമക്കിടാവായ സൗന്ദര്യത്തിന്റെ റാണിയായ കുടുംബമഹിമയുള്ള സമ്പത്തുള്ള സുമയ്യ എന്നെ പൊന്നുമോളെ നിനക്ക് തരാനോ? തരില്ല, പറഞ്ഞു വിട്ടു. നബിതങ്ങൾ ഹളറത്തിലേക്ക് സങ്കടത്തോടെ സഹോദരൻ പോവാണ്. കാരണം ഒരു പ്രതീക്ഷയില്ലായിരുന്ന ഒരാളിനാണ് നബിതങ്ങൾ പ്രതീക്ഷ കൊടുത്തത്. നബിതങ്ങൾ അടുക്കലേക്ക് കടന്നു പോയപ്പോൾ സുമയ്യ റളിയല്ലാഹു അൻഹ മഹാനായ അംർ ബിൻ വഹബ് തങ്ങൾ ചോദിച്ചു, വാപ്പാ ആരാ വന്നേ? ആരാ വന്നേ? അപ്പൊ അംർ ബിൻ വഹബ് പറഞ്ഞു, റളിയല്ലാഹു അൻഹു പറഞ്ഞു, അല്ല നീ അറിയണം എന്തിനാ? നീ എന്തിനാ അറിയുന്നേ? അപ്പൊ സുമയ്യ റളിയല്ലാഹു അൻഹു പറഞ്ഞു, വാപ്പാ ഇന്ന് വരെ ഈ വീട്ടിൽ ആര് വരുന്നു എന്തിനു വരുന്നു ചോദിച്ചിട്ടില്ല. പക്ഷെ നിങ്ങളുടെ വർത്തമാനം ഞാൻ കേട്ടു. നബിതങ്ങൾ പറഞ്ഞു വിട്ടയാളാണ്, എന്റെ ഹബീബ് പറഞ്ഞു വിട്ടയാളല്ലേ? നബിതങ്ങൾ പറഞ്ഞു വിട്ട ദൂതനെ തിരസ്കരിച്ചാൽ, ആ ദൂതനെ പരിഹസിച്ചാൽ നബിതങ്ങളെ പരിഹസിച്ചതിന് തുല്യല്ലേ വാപ്പാ? നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക. അപ്പോഴാണ് അംർ ബിൻ വഹബ് തങ്ങൾക്ക് ചിന്ത കടന്നു വന്നത്, പടച്ചോനെ നബിതങ്ങൾ പറഞ്ഞു വിട്ടതാണല്ലോ. ഉടൻ തന്നെ നബിയുടെ ഹളറത്തിലേക്ക് പോവാണ്. അപ്പൊ പോകുമ്പോ സഅദ് റളിയല്ലാഹു അൻഹു അവിടെ കരഞ്ഞുകൊണ്ടിരിക്കുകയാണ്, നബിയെ എനിക്ക് മാപ്പാക്കണം, അവിവേകം കൊണ്ട് ചെയ്തു പോയതാണ്, ഞാൻ അതിനെക്കുറിച്ച് ഒന്നും ചിന്തിച്ചില്ല. നബിയെ നിങ്ങൾ പറയുന്ന സമയത്ത്, നിങ്ങൾ പറയുന്ന സ്ഥലത്ത്, നിങ്ങൾ പറയുന്ന സന്ദർഭത്തിൽ എൻ്റെ മോള് സുമയ്യയെ ഈ സഅദ് റളിയല്ലാഹു അൻഹു വിവാഹം കഴിച്ചു കൊടുക്കാൻ ഞാൻ തയ്യാറാണ്. സ്വഹാബത്തിനൊക്കെ വലിയ സന്തോഷമായി. അപ്പോഴും സഅദ് റളിയല്ലാഹു അൻഹു സ്വപ്നമാണോ ഇത് ജീവിതമാണോ യഥാർത്ഥമാണോ ഇങ്ങനെ ആലോചിക്കാണ്. സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നബി തങ്ങൾ നോക്കി പുഞ്ചിരിച്ചു എന്നാണ്. അപ്പൊ സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്ത് നോക്കിയിട്ട് നേരെ അംർ ബിൻ വഹബ് തങ്ങളുടെ മുഖത്ത് നോക്കി നബി തങ്ങൾ ചോദിച്ചു, അംറേ നിങ്ങൾ വലിയ അറിയപ്പെട്ട കുടുംബമല്ലേ, നിങ്ങൾ കുറെ പേരെ ക്ഷണിക്കാണ്ടാവുമല്ലോ, ഇപ്പൊ നടത്തണ്ട, നിങ്ങൾ ഇൻഷാ അല്ലാഹ് ഒരു ഡേറ്റ് തീരുമാനിച്ചിട്ട് പറയും, അപ്പൊ നടത്താം. തീരുമാനിച്ചു. അങ്ങനെ പോയപ്പോ സഅദ് റളിയല്ലാഹു അൻഹു വലിയ സന്തോഷമായി. സഅദ് റളിയല്ലാഹു അൻഹു ചോദിച്ചു, നബിതങ്ങൾ ചോദിച്ചു, പുതിയാപ്പിളെ, നബിതങ്ങൾ വെച്ച പ്രയോഗമാണ്, പുതിയാപ്പിളെ വിവാഹത്തിന് ചില ഒരുക്കങ്ങൾ വേണം, മഹർ കൊടുക്കണം, വസ്ത്രം വാങ്ങണം, വല്ല ഉണ്ടോന്ന് ചോദിച്ചു. അപ്പൊ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഒന്നുമില്ല നബിയെ. ആ സമയത്ത് സഅദ് റളിയല്ലാഹു അൻഹുവിന്റെ മുഖത്തേക്ക് നബിതങ്ങൾ പ്രതീക്ഷയോടെ നോക്കിയിട്ട് പറഞ്ഞു, മോനെ നീ മഹാനായ ഉസ്മാൻ റളിയല്ലാഹു അൻഹുവിന്റെ അടുക്കലേക്ക് പോകണം. ഉസ്മാൻ റളിയല്ലാഹു അടുക്കലേക്ക് പോകണം. ഉസ്മാൻ റളിയല്ലാഹു അടുക്കലേക്ക് പോയിട്ട് പറയണം, നബിതങ്ങൾ പറഞ്ഞു വിട്ട് വന്നതാണ്, 200 ദിനാർ കടം തരാൻ പറയണം. 200 ദിനാർ കടം തരാൻ പറയണം, വിവാഹത്തിന്റെ ആവശ്യത്തിനാന്ന് പറയണം. സുബ്ഹാനല്ലാഹ്. അങ്ങനെ സഅദ് റളിയല്ലാഹു ഉസ്മാൻ തങ്ങൾ അറിയാലോ. അപ്പൊ ഉസ്മാൻ തങ്ങൾ അടുക്കലേക്ക് സഅദ് റളിയല്ലാഹു ഓടിപ്പോവാണ്. വിവാഹം ഉറപ്പിച്ചല്ലോ. ഓടി ചെന്ന് ഉസ്മാൻ തന്റെ വാതിലെ മുട്ടി സലാം പറഞ്ഞു. ഉസ്മാൻ തങ്ങൾ കടന്നു വന്നു. എന്തേ സഅദേ? നബി തങ്ങൾ പറഞ്ഞിട്ടാ വരണേ. ആ എന്ത് പറ്റി? എനിക്ക് 200 ദിനാർ കടം തരാൻ പറഞ്ഞു, വിവാഹത്തിന്റെ ആവശ്യത്തിനാണെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ഉസ്മാൻ ബിൻ അഫ്ഫാൻ തങ്ങൾ പറഞ്ഞു, നിനക്ക് വിവാഹോ? നിന്റെ വിവാഹത്തിന് 200 ദിനാർ കടം ഞാൻ തരണോ? തരൂല. ഉസ്മാന്റെ കയ്യിൽ സഅദിന് കടം തരാൻ പൈസയില്ല എന്ന് പറഞ്ഞു. ആ ഉദിച്ചുയർന്ന സൂര്യൻ കെട്ടുപോയി എന്നൊക്കെ പറയുന്നത് പോലെ സഅദ് തങ്ങൾക്ക് വല്ലാത്ത നിരാശ. വിവാഹം നടക്കൂല എന്ന് കരുതി ഉറച്ചു. ഇനി പൈസയാണ് ആവശ്യം, അത് നബി തങ്ങൾ തരാമെന്ന് പറഞ്ഞ ആളിൻ്റെ അടുക്കലേക്ക് വന്നു. ഇവിടെ ഇല്ലാന്ന് അറിയണേ. അങ്ങനെ കരഞ്ഞുകൊണ്ട്, അങ്ങനെ ഉസ്മാൻ തങ്ങൾ അകത്ത് കയറിപ്പോയി. കരഞ്ഞുകൊണ്ട് സഅദ് റളിയല്ലാഹു അൻഹു നടന്നു പോവാണ്. നടന്നു പോയി വീട്ടിൽ നിന്റെ പരിധി അങ്ങോട്ട് വിട്ട് കിടക്കുന്നതിന് മുമ്പ് പുറകുന്ന വിളി, സഅദേ എവിടെ പോണേ? അപ്പൊ കരഞ്ഞുന്ന സഅദ് കണ്ണുനീര് വേഗം തൊഴിൽ പറഞ്ഞു, അല്ല നിങ്ങൾ എൻ്റെ പൈസ ഇല്ലാന്നല്ലേ പറഞ്ഞേ, പിന്നെ ഞാനെന്തിനാ ഇവിടെ നിൽക്കണേ? അപ്പൊ കയ്യിലിരുന്ന ഒരു കിഴി, ഒരു ചെറിയ പൊതിയെടുത്ത് കയ്യിൽ വെച്ചു കൊടുത്തിട്ട് പറഞ്ഞു, ഇത് ഹദിയ. നിങ്ങൾ ഇല്ലാന്ന് പറഞ്ഞു. സഅദിന് കടം തരാൻ എൻ്റെ കയ്യിൽ പൈസയില്ല. ഹാദാ ഹദിയത്തും മിന്നി, ഇത് എന്നിൽ നിന്നുള്ള നിനക്കുള്ള സംഭാവനയാണ്, എൻ്റെ ഹദിയാടോ, ഇത് നിന്റെ കുടുംബ ജീവിതത്തിൽ സന്തോഷത്തിന് നിക്കാഹിന് വേണ്ടി എൻ്റെ സമ്മാനമാണ്, എടുത്തോളാൻ പറഞ്ഞു. സഅദ് തങ്ങൾക്ക് വല്ലാത്ത സന്തോഷം. നേരെ നബി തങ്ങളിലേക്ക് പോയി. നബിയെ പൈസ കിട്ടി. നബി തങ്ങൾ പറഞ്ഞു, മാർക്കറ്റിൽ പോകണം, നല്ല വസ്ത്രം വാങ്ങണം, അത്തർ വാങ്ങണം, ഇതൊക്കെ വഴിക്ക് ലിസ്റ്റ് കൊടുത്തു. അങ്ങനെ എന്തുണ്ടായി? കുറച്ച് പൈസ മാറ്റി വെച്ചേക്കണം, മഹറിനാണെന്ന് പറഞ്ഞു. അങ്ങനെ എന്തുണ്ടായി? നേരെ മദീനയിലെ പട്ടണത്തിലേക്ക് പോവാണ്.
വസ്ത്രമൊക്കെ വാങ്ങാൻ. അങ്ങനെ വസ്ത്രങ്ങളൊക്കെ നല്ല പുതുമയാർന്ന വസ്ത്രങ്ങളൊക്കെ വാങ്ങിക്കൊണ്ട് നിൽക്കുമ്പോഴാണ് മദീനയിൽ ഒരു വിളംബരം കേൾക്കുന്ന. ഒരു യുദ്ധത്തിന് വേണ്ടി സ്വഹാബത്ത് തയ്യാറാകുന്നുണ്ട്. ജനങ്ങളെ വരാൻ ആഗ്രഹമുള്ളവർ, ദീനിന് വേണ്ടി പോരടിക്കാൻ താല്പര്യമുള്ളവർക്ക് വരാമെന്ന തീരുമാനം. മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു മനസ്സിൽ ഇടി പോലെയാണ് ശബ്ദം കേട്ടത്. പടച്ചവനെ, എൻ്റെ ഹബീബും എൻ്റെ സ്വഹാബത്തും ദീനിന് വേണ്ടി പോരടിക്കാൻ ശത്രുപാളയത്തിലേക്ക് ചെല്ലുമ്പോൾ ഞാനിവിടെ പുതിയാപ്ലയായി സുഖിക്കാൻ നിൽക്കാനോ കഴിയൂല. എനിക്ക് നിക്കാഹല്ല വലുത്, കല്യാണമല്ല നാളെ നടത്താലോ എന്ന് പറഞ്ഞിട്ട് ആ പൈസ കൊണ്ട്, നിക്കാഹിൻ്റെ വസ്ത്രങ്ങൾ വാങ്ങാൻ കരുതി വെച്ചിരുന്ന പൈസ കൊണ്ട് ഒരു പടച്ചട്ട വാങ്ങി. പടച്ചട്ടയും ഒരു വാളൊക്കെ വാങ്ങി. നമ്മൾ ചിന്തിച്ചു, പടച്ചവനെ കുറച്ച് പൈസ ബാക്കിയുണ്ട്, ഇത് മഹറിന് വേണ്ടി മാറ്റിവെക്കാൻ പറഞ്ഞല്ലേ, അത് പിന്നെ ഒപ്പിക്കാം. ഞാൻ ഈ മുഖവുമായി കടന്നു ചെന്നാൽ നിബിധങ്ങൾ എന്നെ യുദ്ധത്തിന് പങ്കെടുപ്പിക്കൂല. ഒരു മുഖംമൂടി വാങ്ങി. ആ പൈസയ്ക്ക് മുഖംമൂടി വാങ്ങി നേരെ മുഖത്ത് ധരിച്ചപ്പോൾ ആരാന്ന് തിരിച്ചറിയില്ല. യുദ്ധം ഇങ്ങനെ ആരംഭിച്ചു. യുദ്ധം ഇങ്ങനെ കൊടുമ്പിരി കൊണ്ടപ്പോൾ സ്വഹാബത്ത് നിബിധങ്ങൾ നോക്കുമ്പോൾ ഒരു കുതിരപ്പുറത്തൊരു ചെറുപ്പക്കാരൻ മിന്നൽ പിണറ് കണക്ക് മുഖംമൂടി ധരിച്ച ഒരാളിങ്ങനെ പാഞ്ഞു കയറുകയാണ്. എന്നിട്ട് ശത്രുക്കളൊക്കെ വെട്ടി വെട്ടി നിരത്തുകയാണ്. മുന്നിൽ കാണുന്നൊക്കെ വരെ വെട്ടുകയാണ്. സ്വഹാബത്ത്, മഹാരഥന്മാരാകുന്ന സ്വഹാബത്ത് പറയാണ്, മലക്കാണോ എന്ന് ചിന്തിച്ചു. ബദറിൽ ഇറങ്ങിയ മലക്ക് ഇവിടെ ഇറങ്ങിയെന്ന് ചിന്തിച്ചു പോയി. അത്ര വേഗത വെട്ടി വെട്ടി നേരത്തുകയാണ്. കുറച്ചു നേരം യുദ്ധം തീർന്നു. അപ്പൊ നബി തങ്ങൾ സ്വഹാബത്തിനോട് പറഞ്ഞു, സ്വഹാബ, ഒരു മനുഷ്യൻ, ഒരാൾ യുദ്ധത്തിന് നമ്മൾക്ക് കൂട്ടത്തിലുണ്ടായിരുന്നല്ലോ, വല്ലാത്ത വീര്യമായിരുന്നു, അതാരാണ് ഒന്ന് തിരക്കാൻ പറഞ്ഞു. അങ്ങനെ ജനാസ, ഷഹീദായി കിടക്കുന്ന സ്വഹാബത്തിനെ നീക്കി ചെല്ലുമ്പോൾ മുഖംമൂടി ധരിച്ചൊരു ജനാസ കണ്ടു. വെട്ടുകൊണ്ട് കിടക്കാൻ. ആ സ്വഹാബത്ത് മുഖംമൂടി മാറ്റിയപ്പോൾ സ്വഹാബത്ത് പേടിച്ച് പുറകിലോട്ട് മാറിയെന്നാണ് ചരിത്രം പറയുക. താങ്ങിയെടുത്തില്ല ഹദറത്ത് റസൂലില്ല. നബി തങ്ങളുടെ ഹദറത്തേക്ക് കൊണ്ടുവന്ന്, നബിയെ ആരാന്നറിയോ, നാളത്തെ പുതിയാപ്പളയാകുന്ന സഅദ് റളിയല്ലാഹു അൻഹു ആണ്. നിബിധങ്ങൾ അന്തം വിട്ടുപോയി. ജനാസയുടെ ചാരത്തേക്ക് ഒന്നിട്ട് നിബിധങ്ങൾ ഇങ്ങനെ വലത് കൈ കൊണ്ട് തലയിൽ ഇങ്ങനെ തടകിയിട്ട് സഅദ് റളിയല്ലാഹു അൻഹു ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. മോനെ സഅദേ, എന്തിനാടാ നീ കടന്നു വന്നത്? നാളെ നിനക്ക് വേണ്ടി മണിയറ ഒരുക്കുകയല്ലേ, നാളെ നിന്റെ നിക്കാഹല്ലേ, നിന്നെയും കാത്തൊരു പെണ്ണവിടെ കാത്തിരിപ്പില്ലേ, പിന്നെ എന്തിനാ നീ വന്നത്? വിവാഹത്തിന് ഞാൻ തീരുമാനിച്ചതല്ലേ, അള്ളാഹുവിൻ്റെ ദീനിന് വേണ്ടി പോരടിക്കാൻ നിന്നോട് ആരും പറഞ്ഞില്ലല്ലോ എന്ന് പറഞ്ഞ് നിബിധങ്ങൾ കരഞ്ഞു എന്നാണ്. ആ രംഗം കണ്ട് നിബിധങ്ങൾ ഇങ്ങനെ സഅദ് റളിയല്ലാഹു അൻഹു ചേർത്ത് പിടിച്ച് കരയുന്ന രംഗം കണ്ട് സ്വഹാബത്തും കരഞ്ഞു എന്നാണ്. പ്രിയമുള്ളവരെ, എന്നിട്ട് നിബിധങ്ങൾ ജനാസ, മുത്ത് നിബിധങ്ങൾ ഖബറിലേക്ക് ജനാസ ഇറക്കി വെച്ചപ്പോൾ നിബിധങ്ങൾ മുഖം പൊത്തുകയാണ്. നിബിധങ്ങൾ ചിരിച്ചു എന്നാണ്. ആദ്യം നിബിധങ്ങൾ ചിരിച്ചു. അപ്പോൾ സ്വഹാബത്ത് ചോദിച്ചു, നബി എന്തിനാ ചിരിക്കണേ? നിബിധങ്ങൾ പറഞ്ഞു, എൻ്റെ സഅദിന് വേണ്ടി സ്വർഗീയ ഹൂറിലീങ്ങൾ അടിപിടി കൂടുന്നത്, പിടിവലി കൂടുന്നത് ഞാൻ കണ്ടു, ഞാൻ ചിരിച്ചു പോയതാണ്. എന്നിട്ടോ ഒരൽപ്പം നിബിധങ്ങൾ മുഖം മാറ്റി. അപ്പോഴും സഹാബത്ത് ചോദിച്ചു, എന്തു പറ്റി നബിയെ? അപ്പൊ നിബിധങ്ങൾ പറഞ്ഞൊരു സ്വർഗീയ ഹൂറിലീങ്ങളുടെ ഔറത്ത് വെളിവായി, അതൊന്ന് കാണാതിരിക്കാൻ വേണ്ടി മുഖം തിരിച്ചതാണ്. എൻ്റെ സഅദിന് വേണ്ടി നാളെ സ്വർഗത്തിൽ സ്വർഗീയ സ്ത്രീകൾ അടിപിടിയാണ്, ബഹളമാണ്, തിക്കും തിരക്കുമാണെന്ന് നബിയുനാ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം മണിയറകാത്തിരുന്ന മഹാൻ നിബിധങ്ങളെയും സ്വഹാബത്തിനെയും കരയിപ്പിച്ച് മണ്ണറയിലേക്ക് കടന്നുപോയ മഹാനായ സഅദ് റളിയല്ലാഹു അൻഹു ആ പടർക്കളത്തിലെ പുതുമണവാളനെന്ന ആ മനോഹരമായ ചരിത്രം നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. മഹാന്റെ ഗുരുത്വവും പൊരുത്തവും സ്വീകരിക്കുമാറാകട്ടെ ഇൻഷാ അല്ലാഹ്. ഇതുപോലെയുള്ള നല്ല നല്ല ചരിത്രങ്ങൾക്കായി ഈ ബദറിൻ തീരം ചരിത്ര കഥകൾ എന്ന ചാനൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. പുതിയ ഒരു കഥയുമായി നമുക്ക് വീണ്ടും കണ്ടുമുട്ടാം. അതോടൊപ്പം തന്നെ വോയിസ് ഓഫ് ഷഫീഖ് ബദരി എന്ന ചാനലുണ്ട്, ബദറിൻ തീരം എന്നൊരു മറ്റൊരു ചാനലുണ്ട്. ഈ മൂന്നിൻ്റെ ലിങ്ക് താഴെ കൊടുത്തിട്ടുണ്ട് കമൻറ്റിൽ. ഇടക്കത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഈ വീഡിയോ കാണുന്ന എല്ലാവരും ഈ ചാനൽ ലൈക്ക് ചെയ്യണം. എല്ലാവരും കാണും ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കുമാറാകട്ടെ. ദുആ വസിയത്തോടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.